Very good morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു ഡയമെൻഷണൽ അറേസ്, അത് അറേസ് നിങ്ങൾ പഠിച്ച ടോപ്പിക്കിന്റെ ഒരു ചെറിയൊരു പോർഷൻ ബാക്കിയുണ്ട്. ടു ഡയമെൻഷണൽ അറേസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. സോ അത് അറേ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അറേ എങ്ങനെയാണ് എലമെന്റ്സ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺ ഡയമെൻഷണൽ അറേസ് നിങ്ങൾക്ക് ഫെമിലറൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ 2D അറേസും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മനസ്സിലാവും. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എനിവേ വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഒരു ടു ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ ഒരു 2D മെട്രിക്സ്, നിങ്ങൾ മെട്രിക്സ് 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചു കാണും. സോ ആ ഒരു 2D മെട്രിക്സിന്റെ സിമിലർ റെപ്രസെന്റേഷൻ തന്നെയാണ് ഒരു ടു ഡയമെൻഷണൽ അറേക്കും. ഡിക്ലറേഷന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഈസ് ലൈക്ക് ദിസ്: ഡാറ്റ ടൈപ്പ് സ്പേസ് അറേ നെയിം ഇൻസൈഡ് ബ്രാക്കറ്റ് സൈസ് 1 സൈസ് 2. നമ്മുടെ സിംഗിൾ ഡയമെൻഷണൽ അറേക്ക് it was also similar thing: data type, array name, and then size of the array. That single dimension ayonde we will mention only the first dimension for one dimensional array. Ivide two dimensional ayadonde there will be first dimension and second dimension, just like our x and y. Declaration example nu parayunnathu int a 33. This declares an integer array having name a and size 3/3. അതായത് ഒരു 3/3 മെട്രിക്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അറേ ആണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഡിക്ലറേഷൻ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സിംഗിൾ ഡയമെൻഷണൽ അറേ പോലെ തന്നെയാണ് ടു ഡയമെൻഷണൽ അറേയും. ഇനീഷ്യലൈസേഷൻ ഇനി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പല മെത്തേഡ്സിൽ നമുക്ക് ഇനീഷ്യലൈസേഷൻ ചെയ്യാം. മെത്തേഡ് 1 ഈസ് ലൈക്ക് ദിസ്: int a 33 equals 1 2 3 4 5 6 7 8 9. അതായത് ഇവിടെ ഇപ്പോ 3x3 അറേ ആകുമ്പോൾ there will be 9 elements. എല്ലാ എലമെന്റ്സിനെയും കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് within a curly bracket if you represent it, then it is one way of initialization. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ since it is a 3/3 array, മൂന്നിന്റെ ഓരോ റോ വൈസ് ആയിട്ടായിരിക്കും നമ്മൾ എലമെന്റ്സ് എൻ്റർ ചെയ്യുന്നത്. ഫസ്റ്റ് റോയിലുള്ള എലമെന്റ്സ് ആദ്യം എൻ്റർ ചെയ്യും, അത് കഴിഞ്ഞിട്ടുള്ള റോയിലുള്ള രണ്ടാമത്, അത് കഴിഞ്ഞിട്ടുള്ള റോയിലുള്ളത് മൂന്നാമത്. സോ 1 2 3 വിൽ ബി മെട്രിക്സിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ 1 2 3 വിൽ കൺസിസ്റ്റ് ഓഫ് ദി ഫസ്റ്റ് റോ, 4 5 6 വിൽ കൺസിസ്റ്റ് ഓഫ് ദി സെക്കൻഡ് റോ, 7 8 9 വിൽ കൺസിസ്റ്റ് ഓഫ് ദി തേർഡ് റോ. ഇനി ഇതിനെ തന്നെ കുറച്ചുകൂടെ നമുക്ക് യൂസർ അണ്ടർസ്റ്റാൻഡബിലിറ്റി ബെറ്റർ ആകുന്ന രീതിയിലും നമുക്ക് ഇനിഷ്യലൈസേഷൻ ചെയ്യാം. ഇസ് ബൈ യൂസിങ് മെത്തേഡ് 2. വേറൊന്നുമല്ല, നമ്മൾ ഓരോ റോസിനെയും കേർലി ബ്രാക്കറ്റ്സ് വെച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതും. കുറച്ചുകൂടെ ഈ പറഞ്ഞതുപോലെ മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ കൂടുതലും നിങ്ങൾ അറേ ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാമിൽ സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇനിഷ്യലൈസേഷൻ ആണ് കുറച്ചുകൂടെ ഈസിയർ, ബിക്കോസ് ഇറ്റ് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. ഇനി ഇതേ ലൈനിനെ തന്നെ നമുക്ക് മെട്രിക്സ് ഫോമിലും എഴുതാം, so that the readability will be more. വേറൊന്നുമില്ല, ഈ സെയിം സാധനത്തിന് ഞാൻ കുറച്ച് ന്യൂ ലൈൻ കമാൻഡും ടാബ് സ്പേസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു മെട്രിക്സ് ഫോമിൽ തന്നെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് ഇതിൽ നിന്ന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഓരോ ന്യൂ ലൈൻ ആഡ് ചെയ്തു, ടാബ് സ്പേസ് ആഡ് ചെയ്തു, സോ ദാറ്റ് ഇത് കാണുമ്പോൾ തന്നെ ഒരു മെട്രിക്സ് ഫോമിൽ ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഈ മൂന്ന് രീതിയിലും റെപ്രസെന്റ് ചെയ്താലും the മെട്രിക്സ് the two-dimensional array will be formed like this: your first row, second row, third row, first column, second column, third column. ഓരോ റോയും ഇതുപോലെ സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതുന്നതാണ് ഏറ്റവും എളുപ്പവും നല്ലതും. ഇനി when an array is completely initialized with all the values explicitly, size of the first dimension may not be specified. അതായത് തൊട്ട് മുൻപത്തെ കേസിൽ നമ്മൾ ഫസ്റ്റ് ഡയമെൻഷനും സെക്കൻഡ് ഡയമെൻഷനും സ്പേസ് സ്പെസിഫൈ ചെയ്ത് എഴുതിയിരുന്നു. ഇനി അറേ മൊത്തത്തിൽ ഇനിഷ്യലൈസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ മാക്സിമം എത്രയാണ്, എല്ലാ ഇനിഷ്യൽ അറേ എലമെന്റ്സും ആദ്യമേ തന്നെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡയമെൻഷന്റെ ഡയമെൻഷന്റെ സൈസ് സ്പെസിഫൈ ചെയ്യണമെന്നും ഇല്ല. സോ ഈ കേസിലാണെങ്കിൽ A33 എന്ന് പറയുന്നത് 1 2 3 4 ഇതേ സിമിലർ അറേ തന്നെ ഞാൻ B of blank 3 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണ്. ഹിയർ again
array elements എല്ലാം സെയിം തന്നെയാണ് 1 2 3 4 5 6 7 8 9. After the initialization, what will happen is a 2 by 2 matrix or a 2-dimensional array is created with the following values. ഇവിടെ ഫസ്റ്റ് ഡയമെൻഷന്റെ സൈസ് സ്പെസിഫൈ ചെയ്യണമെന്നില്ല, പ്രൊവൈഡഡ് എല്ലാ വാല്യൂസും കംപ്ലീറ്റ്ലി എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ചില വാല്യൂസ് നിങ്ങൾ മിസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇനിഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ എല്ലാ വാല്യൂസും നിങ്ങൾ എല്ലാ അറേ എലമെന്റ്സ് സെൽ എലമെന്റ്സ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇനിഷ്യലൈസേഷൻ ഇല്ലാത്ത സെൽ എലമെന്റ്സിന് ഓട്ടോമാറ്റിക് ആയിട്ട് 0 വെച്ച് റീപ്ലേസ് ചെയ്യും. Say for example in C2 3, this means you are defining an array, 2-dimensional array with the name C with 2 rows and 3 columns. ഇവിടെ ഞാൻ എഴുതുന്നു 1, 2 then 4. ഇവിടെ ശരിക്കും പറഞ്ഞാൽ just a moment, 2 rows are there but 3 columns ലുള്ള കറക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ സി 1 1 എന്ന് പറയുന്ന പൊസിഷൻ നമ്മുടെ ഇനിഷ്യൽ മെട്രിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ പൊസിഷനിൽ 1 വിൽ ബി ദെയർ, നെക്സ്റ്റ് 2 വിൽ ബി ദെയർ. അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഡിഫൈൻഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ ഡിഫൈൻഡ് അല്ലാത്ത സ്പേസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി സെറ്റ് ടു 0. അതാണ് വ്യത്യാസം. On the next row only 4 is defined, that means next row ilulla first element it will be considered as 4. പിന്നെ ഉള്ള രണ്ട് എലമെന്റ്സ് മിസ്സിംഗ് ആണ്, those will be set as 0 automatically. Okay, then ഇനി എല്ലാ എലമെന്റ്സും 0 ആയിട്ട് നിങ്ങൾക്ക് ഇനിഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ this following method can be used. int d340000, വേറൊന്നുമല്ല, ഇതും തൊട്ട് മുൻപത്തെ എന്താണ് ഈ ഒരു ഇനിഷ്യലൈസേഷൻ മെത്തേഡിന് സിമിലർ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. ഹിയർ ഐ ആം ഡിഫൈനിങ് ആൻ അറേ നെയിംഡ് d with 3 rows and 4 columns. ഓരോ റോയുടെയും ഫസ്റ്റ് എലമെന്റ് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് 0 ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ബാക്കി എലമെന്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ സ്പെസിഫൈ ചെയ്യുന്നിടത്ത് ആ വാല്യൂസ് സ്റ്റോർഡ് ആവും. സ്പെസിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് 0s വിൽ ബി സ്റ്റോർഡ്. ഇനി first element of each row explicitly initialized, if it is explicitly initialized to 0, then while the other elements are automatically initialized to 0 in this case. Okay, ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ ഇവിടെ A33 എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ 1 to 9 ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. But instead of that, if I use 1 2 3 4 5 6 only, then what will happen is 1 2 3 4 5 6 0 0 0 will be your 2-dimensional array. പക്ഷേ in this case, if you put this first dimension as blank and write it as int a, first blank, then second 3 inside bracket 1 2 3 4 5 6, then only an array with 2 rows and 3 columns will be created. So വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് ഡയമെൻഷൻ ബ്ലാങ്ക് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ all the values has to be explicitly defined. ഡയമെൻഷൻസ് രണ്ടും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ എല്ലാ എലമെന്റ്സും ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യാത്ത സെൽ ലൊക്കേഷൻസിലുള്ള എലമെന്റിനെ ഓട്ടോമാറ്റിക്കലി 0 ആയിട്ട് സെറ്റ് ചെയ്യപ്പെടും. That is all about initialization of 2-dimensional arrays. ഇനി ഒരു 2-dimensional array നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ അതിന്റെ മെമ്മറി ലേഔട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് int a33, അതായത് I am defining a 3x3 matrix similar to that of a 3x3 matrix, 10 20 30 40 50 60 70 80 90. So this is your 2D array. നമ്മൾ എപ്പോഴും ഫസ്റ്റ് സിംഗിൾ ഡയമെൻഷണൽ അറേ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡെക്സിങ്, അറേയുടെ ഇൻഡെക്സിങ് വി വിൽ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം 0. ഇവിടെയും the picture is the same.
റോ ആൻഡ് കോളം അറേ ഇൻഡെക്സിങ്ങും ഇവിടെ 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യത്തെ റോ will be your 0th row, next one will be the first row, next one will be the second row. Column, initial one will be the 0th column, next will be the first column, next will be the second column. നിങ്ങൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം എന്നാണ്. പക്ഷെ നമ്മുടെ നോർമൽ എന്താണ് നൊട്ടേഷൻ അനുസരിച്ച് ഇൻ സി ലാംഗ്വേജ്, സി മാത്രമല്ല C++, അതുപോലുള്ള പല ലാംഗ്വേജസിലും ഇൻഡെക്സിംഗ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. Row and column numbers will also be starting from 0 onwards. That you keep it in mind. Okay. So അതിലെ values എങ്ങനെയാണ് stored ആവുന്നത് നോക്കാം. Row 0-ൽ 10, 20, 30. Row 1 40, 50, 60. Row 2 70, 80, 90. ഇതിന്റെ indexing എന്ന് പറയുന്നത് this will be 0, 0 position. Next one will be 0, 1 position. 0, 2. വേറൊന്നുമല്ല 0th row and second column gives you 0, 2 indexing. Then first row and 0th column will give you 1, 0. Then first row and first column will give you 1, 1, which is 50. 1, 2 is 60. 2, 0 is 70. 2, 1 is 80. And 2, 2 is 90. So, first element will be on the indexing 0, 0. Second element will be on the indexing 0, 1. Third element will be on the indexing 0, 2 and so on. Memory allocation എന്ന് പറയുന്നത് will be like this. ഓരോ റോ വൈസ് ആയിട്ടായിരിക്കും ഇതിൽ സ്റ്റോർ ആകുന്നത്. ആദ്യത്തെ മെമ്മറി ലൊക്കേഷനിൽ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദി 0th row will be stored and whatever elements are there in the consecutive elements are there in the same row will be stored next. Once the entire row is stored, then elements of the next row will be stored. So row 0-ൽ 3 elements ഉണ്ട്. 1000, 1002, 1004. എന്തുകൊണ്ടാണ് 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡൗട്ട് കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഡൗട്ട് ഉള്ളവർക്കാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇന്റ് എന്ന് പറയുന്നത് ഈസ് ഫോർ ഇന്റിജർ ഡാറ്റ ടൈപ്പ്. ഇറ്റ് ടേക്സ് അപ്പ് 2 bytes ഓഫ് മെമ്മറി ലൊക്കേഷൻ. സോ ഒരു ഇന്റിജർ ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്തിട്ട് അടുത്ത ഇന്റിജർ ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യണമെങ്കിൽ മിനിമം 2 മെമ്മറി ലൊക്കേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് അറേ ഈസ് എ അറേയിൽ നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് ഈസ് ആസ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് 1000, 1002, 1004 ഇങ്ങനെ റോ 0-ലുള്ള എലമെന്റ് സ്റ്റോർഡ് ആവും. 1006, 1008, 1010ലേക്ക് റോ 1 സ്റ്റോർഡ് ആവും. 1012, 1014, 1016 എന്നീ മെമ്മറി ലൊക്കേഷൻസിലേക്ക് 70, 80, 90 റോ 2-ലുള്ളത് സ്റ്റോർഡ് ആവും. ഓൾവേസ് റിമെമ്പർ റോ വൈസ് ആണ് elements store ആവുന്നത്. It is not column wise, it is always row wise. You keep this in mind. Okay. So that's how the array elements are being stored. ഇനി ഉള്ളത് 2-dimensional integer matrix operations ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്പറേഷൻസ് തന്നെയാണ് ഈ പറയുന്നതും. addition, subtraction, multiplication, transposition, finding of determinant and division. ഇതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 3 എണ്ണമാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. സോ ട്രാൻസ്പോസിഷൻ ആൻഡ് ഫൈൻഡിങ് ഓഫ് ഡിറ്റർമിനന്റ് ഓൾസോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഓൺ യുവർ ഓൺ. പക്ഷെ ഡിവിഷൻ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി ആസ്ക്ഡ് ഇൻ ഈവൻ ഡിറ്റർമിനന്റ് പോലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം എന്നില്ല. സോ ഐ ആം ലിമിറ്റിംഗ് ടു അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. Okay. Addition and subtraction first we will discuss because both are having the same code, similar code, only difference is instead of a plus operation you are going to go for minus for subtraction. അത് നമുക്ക് കോഡ് വെച്ച് തന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Okay, so I have already written a code for doing matrix addition. Matrix addition എന്തെല്ലാം components ആണ് നമുക്ക് വേണ്ടത്? First you need the first and second dimensions of the matrices which you are going to add. അല്ലേ? ഇപ്പം 3x3 matrix ആണെങ്കിൽ first dimension will be 3, second dimension will be 3. So then you need 2 matrices also. Then a third matrix storing the output.
ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത്. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് ഡയമെൻഷൻ ആൻഡ് സെക്കൻഡ് ഡയമെൻഷൻ സ്റ്റോർ ചെയ്യുന്നത് ഈസ് ബൈ യൂസിങ് എം ആൻഡ് എൻ, രണ്ട് ഇന്റിജേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. Then I am defining or declaring three matrices or three two-dimensional arrays to be specific, A of 10 10, B of 10 10 and C of 10 10. So ഈ മൂന്ന് arrays-ഉം 10 by 10 വരെയുള്ള മെട്രിക്സസിനുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള അറേ ആണ്. നിങ്ങൾക്ക് 10 by 10 തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ മാക്സിമം ലിമിറ്റ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിക്ലറേഷനിലുള്ള സൈസ് സ്പെസിഫൈ ചെയ്യാം. നെക്സ്റ്റ്, ഫസ്റ്റ് തിങ് ടു ഡു ഈസ് ആദ്യം സിംഗിൾ ഡയമെൻഷണൽ അറേയിൽ എന്തുവാ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ആദ്യം ഇൻഡെക്സിംഗ് ആയിരുന്നു വൺ ഡയമെൻഷണൽ അറേ ചോദിച്ചത്. സോ ഹിയർ വി വിൽ ആസ്ക് ഫോർ ദി സൈസ് ഓഫ് ദി മെട്രിക്സ്. Then the size of the matrix, that means the first and second dimensions are stored in M and N. Now, how elements are being stored in the runtime? നമുക്ക് initialization ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, പകരം we are going to store the elements in the runtime itself only. Okay, so സിംഗിൾ ഡയമെൻഷണൽ അറേയില് നമ്മൾ ഡേറ്റ എങ്ങനെയാണ് എടുക്കുന്നത്? ഫോർ I equals 0, I less than index I plus plus scanf A of ampersand A of I. Since you have two dimensions, you have to go for two for loops. Outer for loop is for the rows, inner for loop is for the columns. So since outer for loop is for the rows, I equal to 0, I less than M, I plus plus. Inner for loop is for the columns. Outer is for the rows and inner is for the columns. So inner for loop will be for j equals 0, j less than n, j plus plus scanf ampersand A of ij. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് I will be 0, then j will be 0, scanf ampersand A 0 0, then j will be incremented. I will remain 0, j will be incremented since inner loopലുള്ള കൺട്രോൾ പുറത്ത് പോയാൽ മാത്രമേ അടുത്ത I increment ആകത്തുള്ളൂ. J becomes 1, so A of 0 1 will be scanned, then J will again be incremented, A of 0 2 will be scanned and stored. Once എന്തുവാണ് ഒരു 3 by 3 അറേ ആണെന്നുണ്ടെങ്കിൽ n 3 ആയിട്ടാണ് ഞാൻ ഡിഫൈൻ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ if J becomes 3, then എന്തുവാണ് ഇതിന്റെ ലൂപ്പിന്റെ കണ്ടീഷൻ ഫോൾസ് ആവും, then ലൂപ്പ് എക്സിറ്റ് ചെയ്ത് തൊട്ട് മുന്നത്തെ ലൂപ്പിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ആവും. So then your I was initially 0, that I becomes I plus plus, I becomes 1, then again same story. J equals 0, then A of 1 0 will be scanned first, then J is incremented, A of 1 1 will be scanned, then again J is incremented, A of 1 2 will be scanned and stored. Similarly, നിങ്ങൾക്ക് M cross N മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഇൻപുട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനി ഞാൻ അടുത്ത് എഴുതിയിരിക്കുന്നത് ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. വേറൊന്നുമല്ല, നമ്മുടെ നോർമൽ ട്രാവേഴ്സിംഗ് ഓപ്പറേഷൻ നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ച് നോക്കുക. വൺ ഡയമെൻഷണൽ അറേസിൽ അറേ ഓപ്പറേഷൻസിൽ നമ്മൾ ആദ്യം പഠിച്ച ചില ഓപ്പറേഷൻസിൽ ഒന്നാണ് അറേ ട്രാവേഴ്സിംഗ്. വേറൊന്നുമല്ല, ഒരു അറേയിലുള്ള എലമെന്റ്സിന് ഏതൊക്കെയാണ് എലമെന്റ്സ് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ കയറി നോക്കുന്നു. ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ട്രാവേഴ്സിംഗ്. അതില് ഞാൻ ആ എന്ത് എലമെന്റ് മെട്രിക്സ് ആണോ ഇൻപുട്ട് ചെയ്തത് അതിനെ മെട്രിക്സ് ഫോമിൽ ഞാൻ ഔട്ട്പുട്ട് ചെയ്യുന്നു എന്ന് മാത്രം. Here again I am using two for loops. Extra thing is I am using a printf backslash n here and backslash t here. എന്തിനാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എന്താണ് ഔട്ട്പുട്ട് വരുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. Then similarly second second matrix ന്റെ എലമെന്റ്സും ഇൻപുട്ട് ചെയ്യുന്നു. Then that are displayed. Next is calculation of the sum of the matrices. Here also I equals 0, I less than m, I plus plus, j equals 0, j less than n, j plus plus. രണ്ട് for loops ഇട്ടു. Then c of ij equals a of ij plus b of ij. Thing you have to remember is c equals a plus b എന്ന് നിങ്ങൾ c അല്ലെങ്കിൽ c++ ൽ ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ it will not be valid. വേറെ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് where you can directly add two matrices, multiply two matrices by simply
യൂസിങ് സി ഈക്വൽസ് എ പ്ലസ് ബി ഓർ സി ഈക്വൽസ് എ സ്റ്റാർ ബി. പക്ഷെ ഇവിടെ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഹിയർ എലമെന്റ് ബൈ എലമെന്റ് ഓരോന്നായിട്ട് എടുത്ത് ആഡ് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യണം. സോ ദാറ്റ്സ് വൈ ഐ ഹാവ് റിട്ടൺ സി ഓഫ് ഐ ജെ ഈക്വൽസ് എ ഓഫ് ഐ ജെ പ്ലസ് ബി ഓഫ് ഐ ജെ. വൺസ് ദി എന്താണ് the result is found out, the entire loop execution is over, then the array C will contain your result. So you are simply printing the result. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ആൻഡ് റൺ. Okay, so enter the size of the matrix. For the time being I am entering 3. Enter the elements of the first matrix. 1, 2, 3, 4, 5, 6, 7, 8, 9. So the first matrix is 1, 2, 3, 4, 5, 6, 7, 8, 9. See, നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ എന്താണ് സീരിയലി ലൈൻ ബൈ ലൈൻ ആയിട്ട് അല്ലെങ്കിൽ സീരിയലി എന്താണ് ഒറ്റ ലൈനിൽ സ്പേസ് ഇട്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് മെട്രിക്സ് ഈസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു പ്രോപ്പർ മെട്രിക്സ് ഫോമിലാണ്. ഈ മെട്രിക്സ് ഫോമിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഡീഷണൽ പ്രിന്റ് ഓഫ് ബാക്ക്സ്ലാഷ് എന്നും ഈ ബാക്ക്സ്ലാഷ് ടിയും യൂസ് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക്സ്ലാഷ് എൻ ഉള്ളത് കൊണ്ടാണ് ഫസ്റ്റ് മെട്രിക്സ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ക്സ്ലാഷ് എൻ ഉള്ളത് കൊണ്ടാണ് തൊട്ടടുത്ത ലൈനിൽ ബാക്കിയുള്ളത് പ്രിന്റ് ചെയ്ത് തുടങ്ങിയത്. Then first 0th row will be printed, then again backslash n, new line, first row will be printed, then backslash n, second row will be printed. And tab space ഇട്ടത് വേറൊന്നും കൊണ്ടല്ല, it will look little bit better. എപ്പോഴും സ്പേസിംഗ് ഇടാണെന്നുണ്ടെങ്കിൽ always go for tab space instead of single എന്താണ് സ്പേസ് ബാർ വെച്ചിട്ടുള്ള സ്പേസിനെ കാട്ടിയും ടാബ് സ്പേസ് ആണ് നല്ലത്. അത് നിങ്ങളത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാൽ മതിയാവും എന്തുകൊണ്ടാണ് അതിന്റെ ഞാനിത് പറഞ്ഞെന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ദി വിൻഡോ is prompting for me to enter the elements of the second matrix. ഇതേ മെട്രിക്സ് ഞാൻ തിരിച്ചെൻ്റർ ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് നമ്മുടെ സം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. 9, 8, 7, 6, 5, 4, 3, 2, 1. One I hit enter. Second matrix is 9, 8, 7, 6, 5, 4, 3, 2, 1. So sum എന്തുമായിരിക്കും? 1 plus 9, 10, 2 plus 8, 10, 3 plus 7, 10, 10, 10, 10, 10, 10 എന്ന് പറയുന്ന എല്ലാ എലമെന്റ്സും 10 ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും നമ്മുടെ റിസൾട്ട്. ആൻഡ് ദ സം മെട്രിക്സ് is displayed as 10, 10, 10, 10, 10, 10, 10, 10, 10. So this is a simple program which എന്തുവാണ് അതിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ റൺ ടൈമിൽ അറേ എലമെന്റ്സ്, അതായത് 2 ഡയമെൻഷണൽ അറേ എലമെന്റ്സ് റീഡ് ചെയ്യുന്നു, എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നു. These two operations are reading and traversing and printing, and then array addition, matrix addition is also being discussed. ഇനി മെട്രിക്സ് സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം കോഡ് തന്നെ. ഓൺലി ഡിഫറൻസ് ഈസ് while writing C of ij equals A of ij plus B of ij, okay, instead of writing C of ij equals A of ij plus B of ij, you write C of ij equals A of ij minus B of ij. Okay, ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. Okay, so that comes to simple initialization, declaration, initialization, especially initialization during runtime, then matrix addition, matrix traversing, matrix addition, matrix subtraction. ഇത്രയും കാര്യങ്ങൾ ആണ് പറഞ്ഞത്. ഇനിയുള്ളത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കോഡിൽ ഡയറക്റ്റ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കത്താൻ പാടായിരിക്കും. So let's go back to the PPT and you can continue. So addition, subtraction, okay, then multiplication, matrix multiplication. Then the matrices multiply ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻസ്, എന്തെങ്കിലും പ്രീ റിക്വസിറ്റ് കണ്ടീഷൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് എന്തൊക്കെയാണ്, ദെൻ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
As you all know, if you have a matrix, say A of M1, N1, just a moment. If you have an array uh, in A of M1, N1 and B of M2, N2. Okay. രണ്ട് matrices ഉണ്ടെന്ന് വിചാരിക്കുക. And you are going to store, multiply these two matrices and going to store it in int C of M3, N3. So A and B are the input matrices and C is the output matrix. In this case, for these two matrices to multiply or matrix multiplication to happen, the essential condition to satisfy is എന്താണ് ഓർമ്മിച്ചു നോക്ക് വേറൊന്നുമല്ല number of columns of the first matrix should be equal to number of rows of the second matrix, that is n1 should be equal to m2. This condition must be satisfied. This condition must be satisfied, and only if and only if this condition is satisfied, then only you can go for the multiplication. ഇത് നിങ്ങളുടെ പഴയ +2 മാത്സ് ആണ് പറയുന്നത്, വേറെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. Then this is the condition to be checked. അതുകൊണ്ടാണ് ഞാൻ n1 double equal to m2 എഴുതിയത്. What is the difference between equal to and double equal to? Equal to is assignment operator, whereas double equal to is the equality relational operator. അതായത് ഡബിൾ ഈക്വൽ ടു ഇട്ടാൽ LHS ഈക്വൽ ടു RHS ആണോ എന്ന് ചെക്ക് ചെയ്യാണ്, whereas equal to means RHS is being assigned to the left hand side. Okay, so this is the condition to be satisfied. For multiplication. നിങ്ങളുടെ ഈ വീഡിയോയിൽ ചിലപ്പോൾ ക്ലിക്കിംഗ് സൗണ്ട് വരാം, please forgive me, and speaker the microphone keyboard തൊട്ടടുത്താണ്ടിരിക്കുന്നുണ്ട്, I cannot do anything about it. Kindly forgive me. Okay, next, what will be the, if this condition is satisfied, what will be the എന്താണ് value of m3? m3 will be same as m1. The number of rows of the resultant matrix will be the same as that of the number of rows of the first matrix. നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ C equals A into B. ഇതാണ് ഓപ്പറേഷൻ to be performed. Okay, so m3 will be equal to m1 and n3 will be equal to എന്തായിരിക്കും resultant matrix in the number of columns will be equal to the number of columns of the second matrix. m3 will be equal to n2. So this is the necessary and sufficient condition to be satisfied for carrying out multiplication, whereas these two will be the number of rows and number of columns for the resultant matrix. So just keep these things in your mind. Okay, I am taking an example of multiplying two 3x3 matrices. A is a 3x3 matrix, B is a 3x3 matrix, or A is a 3x3 two-dimensional array, B is also a 3x3 2D array. Then the resultant matrix or resultant array C will also be 3x3. And square matrix എടുത്തുവെന്നേ ഉള്ളൂ, എന്തുവാണ് അനാലിസിസിന് എളുപ്പത്തിനായിട്ട്. So C of 0 0 എന്ന് പറയുന്നത് will be എങ്ങനെയായിരിക്കും, ഏത് രീതിയിലാണ്? C of 0 0 will be A of 0 0 in B of 0 into B of 0 0 plus A of 0 1 into B of 1 0 plus
A of 02 in B into B of 20. ഇതും നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പുതുതായിട്ട് പറഞ്ഞിരുന്ന കാര്യമല്ല. This you have already studied. This is how you find the first element or the ഇവിടുത്തെ കേസിലാണെങ്കിൽ 0th row and 0th columnലുള്ള elementന്റെ value is found out by using A of 00 into B of 00 plus A of 01 into B of 10 plus A of 02 and B of 20. Similarly, A of 01 will be A of 00 and B of 01. C of 01 ആണ് പറയുന്നത്. Then A of 01 into B of 11. A of 02 in B into B of 21. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ഒരു പേപ്പറിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളവർക്ക് കൺഫ്യൂഷൻ ക്ലിയർ ആയി കിട്ടും. സോ ദിസ് ഈസ് C of 01. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ we can see a pattern emerging from here. C of 01. See, ഇവിടുത്തെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻസ് നോക്കുക. ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ ഓഫ് C is 0. എയുടെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനും എല്ലാം 0 ആണ് അല്ലേ? ബാക്കി ഒരിടത്തും എല്ലാം ഫസ്റ്റ് ഇൻഡെക്സോ സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷനോ 0 ആയിട്ടുള്ള കേസസ് വരുന്നില്ല. സോ whatever is there in the resultant matrix's first index position, that will be same as that of the first index position of your first matrix. Similarly, second index position of 1. Continuous ആയിട്ട് second index position 1 വരുന്നത് is for the second matrix. So, for the first matrix, resultant matrix in the first index position, first matrix in the first index positions, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ അഡീഷന് വേണ്ടിയിട്ട് എടുക്കുന്ന എലമെന്റ്സിന്റെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻസ് സെയിം ആയിരിക്കും. ആൻഡ് ദാറ്റ് ഓഫ് ദി സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷൻ ഓഫ് ദി റിസൾട്ടന്റ് ആൻഡ് ദി സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷൻ ഓഫ് ദി സെക്കൻഡ് എലമെന്റ്, സെക്കൻഡ് മെട്രിക്സ് വിൽ ഓൾസോ ബി ദ സെയിം. സോ ഇഫ് ഐ ആം റൈറ്റിംഗ് Cij, then we can say this will be I and this will be J. Okay. സെയിം സാധനം തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ C of Ij will be A of I0 into B of 0j plus A of I1 into B of 1j plus A of I2 into B of 2j. അല്ലേ? Ij, this will be I, this will be j. ഇനി അടുത്ത ഇൻഡെക്സ് പൊസിഷൻസ് നോക്കുക. A എന്ന് പറയുന്ന ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷൻ ഓരോ സം ടേം കഴിയുമ്പോഴും ഇൻക്രിമെന്റ് ചെയ്ത് പോവാണ് ഫ്രം 0 to 2. ഇവിടെ 3 ഡയമെൻഷണൽ ആയതുകൊണ്ട് 0 to 2. അതുപോലെ തന്നെ സെക്കൻഡ് മെട്രിക്സിന്റെ സെക്കൻഡ് 2D അറേയുടെ ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 0 to 2 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് പോവാണ്. സോ ഐ ആം ഡിഫൈനിങ് അനദർ വേരിയബിൾ k which will move from 0 to 2. So C of Ij mathematical expression ഇതിനെ ഞാൻ ഒറ്റ വരിയിൽ എഴുതിയെന്നേ ഉള്ളൂ. A of I0 into B of 0j plus A of I1 into B of 1j plus A of I2 into B of 2j. ഇതാണ് C of Ij. പക്ഷെ നമുക്ക് എന്തുവാണ് ഈ 0 1 2 എന്ന് പറയുന്നത് ഇതിപ്പോ 3/3 മെട്രിക്സ് ആയതുകൊണ്ടാണ് നമുക്ക് 0 1 2 ൽ നിന്നത്. സോ ഇപ്പൊ നിങ്ങൾ 2/2 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച്. 4/4 ആണെന്നുണ്ടെങ്കിൽ this index position will come up to 3. 3/3 matrix ആയതുകൊണ്ട് it will be up to 0 1 2. 5/5 ആണെങ്കിൽ 0 1 2 3 4 അങ്ങനെ പോകും. സോ ജനറലൈസ് ചെയ്യാനായിട്ട് we can write initialize C of Ij to 0, then use a third variable k. C of then k varies from 0 to 2. C of Ij plus equals A of Ik into B of Kj. So ഇതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ it will be C of Ij equals A of I0 into B of 0j plus A of I1 into B of 1j plus A of I2 into B of 2j. Here this 2 ഇത് എവിടെ നിന്ന് വന്നു? സോറി, ഇത് 2 അല്ല, ആക്ച്വലി 3 ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, കറക്റ്റ്. സോ k will be varying from എന്താണ്
0, 1, 2, 3 അല്ലേ? തെറ്റ്. k will be varying from 0 to 2 only. k less than 3 ആയതുകൊണ്ട് k will only be varying from 0 to 2. So c of ഈ എക്സ്പ്രഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും എക്സ്പ്രഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ it will give this same result. So how this 3k വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ m1 was 3, m2 was 3, n1 was 3 and n2 was 3. ഇതിൽ n1 and m2 are same, which is equal to 3. n1 equals m2 equals എത്രയാണ്? 3 ആണ് വരുന്നത്. സോ ആ വരുന്ന 3 ആണ് ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ what we will write is, if you have a matrix, say for example A is A of m1 n1, B of m2 n2, then what you have to write is for k equals 0, k less than or equal to, k less than n1 or m2, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എഴുതുന്നത്, then k plus plus. ഇത് ഇത്രയും ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പീസ് ഓഫ് കോഡ് നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അവിടെ കാണും. സോ ഞാൻ ഡയറക്റ്റ് ആ കോഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, യു മൈറ്റ് ബി ഹാവിംഗ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ മൈൻഡ്. സോ ആദ്യം ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നൗ വി ക്യാൻ ഗോ ടു ദി കോഡ്. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. m1 and n1 are the എന്താണ് first and second dimensions of my first matrix. m2 and n2 are that of my second matrix. A is my first matrix, B is my second matrix, C is my എന്താണ് product matrix. First enter the size of the first matrix, m1 n1 എടുത്തു. Then enter the elements of the first matrix, elements enter ചെയ്തു. Then I am asking for enter the size of the second matrix, m2 n2 is also scanned. Immediately after scanning the values of m2 and n2, that means the dimensions of the second matrix, first thing you have to do is to check whether n1 is equal to m2. That means whether the number of columns of the first matrix is equal to number of rows of the second matrix. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന if n1 not equal to m2, then printf matrix multiplication is not possible, return 0. എന്തെങ്കിലും കാരണവശാൽ n1 ഉം m2 ഉം സെയിം അല്ലാത്ത രീതിയിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ then there is no point in multiplying those two matrices. So the message has to be printed in such a way that matrix multiplication is not possible. Return 0 is written so that main function the return value നമ്മൾ ഇവിടെ കൊടുക്കും. So ഒരിക്കൽ return main functionൽ return value statement വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള statements main function എന്നല്ല, ഏതൊരു ഫംഗ്ഷനിലും റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എൻകൗണ്ടർ ചെയ്തു കഴിഞ്ഞാൽ immediately the program will be control will be transferred back to the original program. ഇവിടുത്തെ കേസിൽ മെയിൻ പ്രോഗ്രാം തന്നെയാണ്. സോ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർഡ് ബാക്ക് ടു ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം. ഇനി വാട്ട് ഇഫ് n1 ഈക്വൽസ് m2, അതായത് നമ്പർ ഓഫ് റോസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ്, നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽസ് നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് കണ്ടീഷൻ വിൽ ബി ഫോൾസ്, ദിസ് വിൽ നോട്ട് ബി വാല്യുവേറ്റഡ്. ദെൻ ഓൺലി യു ആസ്ക് ഫോർ ദി എലമെന്റ്സ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ്. ഓക്കെ, കാരണം അത് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ മാത്രമേ സെക്കൻഡ് മെട്രിക്സ് എടുക്കേണ്ട കാര്യമുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മെട്രിക്സിന്റെയും സെക്കൻഡ് മെട്രിക്സിന്റെയും രണ്ടിന്റെയും സൈസസ് ആദ്യം എൻ്റർ ചെയ്തതിന് ശേഷം ഓരോ മെട്രിക്സ് വാല്യൂ എൻ്റർ ചെയ്യാനായിട്ടുള്ള കമാൻഡ് കോഡ് എഴുതാം. ഇറ്റ്സ് എൻറ്റയർലി അപ് ടു യു. നെക്സ്റ്റ് എന്തുവാണ്, ഐ ആം ഇനിഷ്യലൈസിംഗ് മെട്രിക്സ് സി, ദ പ്രോഡക്റ്റ് മെട്രിക്സ് വിത്ത് സീറോസ്. ഞാൻ പറഞ്ഞു നമുക്ക് സി ഓഫ് എന്താണ് 10 എന്ന് പറയുന്ന മെട്രിക്സിൽ മൊത്തത്തിൽ സീറോസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറയുന്നത് ഇവിടെ തന്നെ സി ഓഫ് 10 ഈക്വൽസ് ബ്രാക്കറ്റിൽ 0 0 0 0 എന്ന് എടുക്കൊടുക്കുക. അതിന് പകരം ഞാൻ ഇവിടെ ആവശ്യമുള്ള എലമെന്റ്സ് മാത്രമേ ഞാൻ 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുന്നുള്ളൂ. സോ I am writing for I equals 0, I less than m1, I plus plus, for I equals 0,
j equals 0, j less than n2, j plus plus c of ij equals 0. കാരണം എന്റെ റിസൾട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് m1 ക്രോസ് n2 ആയിരിക്കും. സോ അത്ര എലമെന്റ്സിന് മാത്രമേ ഞാൻ 0 ആക്കുന്നുള്ളൂ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഗോ ഫോർ ദി പ്രോഡക്റ്റ് കാൽക്കുലേഷൻ. ഞാൻ പറഞ്ഞു c of ij ഈക്വൽസ് c of ij പ്ലസ് a of ik into b of kj. ഇത് നമ്മൾ നേരത്തെ പ്ലസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ ദിസ് ഈക്വൽസ് c of ij പ്ലസ് തന്നെയാണ്. സോ പ്ലസ് ഈക്വൽ ടു, അത് നിങ്ങൾ പ്ലസ് ആൻഡ് അസൈൻ ഓപ്പറേറ്റർ പഴയ നമ്മുടെ ആദ്യകാല ക്ലാസ്സുകൾ ഒന്ന് മറിച്ച് നോക്കിയാൽ പ്ലസ് ഈക്വൽ ടു ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദി പ്ലസ് ഈക്വൽ ടു ഓപ്പറേറ്റർ ഇറ്റ്സെൽഫ്. രണ്ടും ശരിയാണ്. ഓക്കെ, എന്തായാലും ഞാനും ഇവിടെ പ്ലസ് ഈക്വൽ ടു ഓപ്പറേറ്റർ വെച്ച് തന്നെ എഴുതാം. സോ ദാറ്റ് അങ്ങനെ എഴുതി പോകുന്നതാണ് നല്ലത്. ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി ദിസ് ഈസ് ദി ബെസ്റ്റ് കോഡിംഗ് പ്രാക്ടീസ്. സോ ഐ ആൻഡ് ജെ m1 m2 വെച്ച് ലിമിറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളതിന് നിങ്ങൾക്ക് സംശയങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. കാരണം നിങ്ങളുടെ മെട്രിക്സ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് മെട്രിക്സ് വിൽ ബി m1 ക്രോസ് n2. ഇനി k ഈക്വൽ 0, k ലെസ് ദാൻ n1 എങ്ങനെ വന്നു എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഞാൻ നേരത്തെ ഈ മെട്രിക്സ് വെച്ച് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ PPT share ചെയ്യും. So you go through that and relate these two, PPT as well as code. So first ഐയുടെയും ജെയുടെയും ഫോർ ലൂപ്പിന് ശേഷം you have to write one more loop so that c of ij plus equals a of ik into b of kj. Once this entire operation is completed, the product matrix will be calculated and it will be stored in matrix C. Once your product is stored, then what you have to do? You simply display the product matrix. That's it. So that is all about matrix multiplication. Let's compile and run this. Okay. So here I am entering the product matrix, size of the matrix as 2, 2. Enter the elements of the first matrix. I am simply writing 1, 2, 3, 4. Second matrix in the size again I am writing 2, 2. So number of rows of the first matrix, number of columns of the first matrix equals number of rows of the second matrix. Condition is satisfied, then only it is asking for me to enter the second matrix. Avade njan 1, 2, 3, 4 തന്നെ കൊടുക്കുന്നു. So the product matrix is 7, 10, 15, 20. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് ഇത് ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതുകയോ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പ്രോഡക്റ്റ് എടുത്തോ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ദിസ് വിൽ ബി ദി പ്രോഡക്റ്റ്. സെയിം കോഡ് ഇവിടെ ഞാനിപ്പോൾ number of rows of the number of columns of the first matrix equals number of rows of the second matrix എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടാണ് എൻ്റർ ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ഡിസ്പ്ലേ ചെയ്തത് റിസൾട്ട്. നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു മേക്ക് എന്താണ് രണ്ടും ഡിഫറെന്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. സോ ഐ ആം റൈറ്റിംഗ് size of the first matrix as 2 by 2, elements as 2, 3, 1, 4, and size of the second matrix as 3, 2. So 2 by 2 matrix and 3 by 2 matrix തമ്മിൽ you cannot multiply. Okay, so as soon as I hit enter, it will display matrix multiplication is not possible and it will exit. So this is the code for conducting matrix multiplication. So ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് ഇത്രയും വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല, അതിലൊരു സാമ്പിൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുള്ളതിൽ write a program to find whether a matrix is a diagonal matrix or not എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. സോ ആ ഒരു
കോഡ് കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. അത് നിങ്ങൾക്ക് ഈ കോഡ്സ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ യു ഗോ ത്രൂ ദാറ്റ്. ഡയഗണൽ മെട്രിക്സ് ആണെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ആകെ ഒരു മെട്രിക്സേ ഉള്ളൂ. ഫസ്റ്റ് അതിന്റെ സൈസ് എൻ്റർ ചെയ്യുന്നു. ദെൻ ഇഫ് m is not equal to n, m and n എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിൽ സൈസ് എൻ്റർ ചെയ്യുന്നു. If m is not equal to n, then as per the entered size, matrix is not a square matrix. എപ്പോഴും ഡയഗണൽ മെട്രിക്സ് നമുക്ക് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇഫ് ദ മെട്രിക്സ് ഇസ് നോട്ട് എ സ്ക്വയർ മെട്രിക്സ്, you have to say or display a message saying that it is not a square matrix, and hence checking of whether it's diagonal or not is not possible, and write return 0. If it is not true, then that means if m is same as that of n, then you ask for the elements of the first matrix illa elements of the matrix only. I copy pasted it from our previous programs. Okay, then എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? For I equals 0, I less than n, I plus plus. For j equals 0, j less than n, j plus plus. If I not equal to j, അതായത് നോൺ ഡയഗണൽ എലമെന്റ്സ്, ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത only the diagonal elements will be 0 or non-zero, whereas all the non-diagonal elements will be 0. Okay, so what we are going to check is whether we are checking if any non-diagonal element is not 0. അതായത് നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ് ഏതെങ്കിലും 0 അല്ല എന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. സോ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അത് നമുക്ക് ചെക്ക് ചെയ്ത് അത് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ we need to make use of something called as a flag. Okay, flag വേറെ ഒന്നുമല്ല. Here I am using a variable named flag of type integer, initializing it to 0. I not equal to j means condition for checking non-diagonal elements. If any of the non-diagonal elements becomes non-zero, then flag will be set to 1, and I have written a break statement. അതായത് വേറെ ഒന്നുമല്ല, ഒരു നോൺ ഡയഗണൽ എലമെന്റ് എങ്കിലും 1 ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നോൺ ഡയഗണൽ എലമെന്റ്സ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. Even if at least one non-diagonal element is non-zero, then matrix is not a diagonal matrix. Okay, so ഇവിടത്തെ കേസിൽ ഒന്നെങ്കിലും നോൺ സീറോ ആയി കഴിഞ്ഞാൽ ഫ്ലാഗ് I am setting it as 1, and break I am writing a break statement. Break statement എന്താണ് ചെയ്യുന്നത്? It will transfer the control to the main program. അതായത് ഇതിനകത്തുനിന്ന് ഈ ലൂപ്പിൽ നിന്നെല്ലാം പുറത്തു വന്ന് മെയിൻ പ്രോഗ്രാമിലേക്ക് കൺട്രോളർ ട്രാൻസ്ഫർ ചെയ്യും. സോ if flag is 0, entered matrix is a diagonal matrix, else printf entered matrix is not a diagonal matrix. It will be printed. I'll share this code also with you. First let us compile and run. Size of the matrix I am writing it as 3 by 3. Elements 1, 0, 0, 0, 2, 0, 0, 0, 3. So 1, 0, 0, 0, 2, 0, 0, 0, 3 is a diagonal matrix. So the entire matrix is a diagonal matrix in the print. Next execution, size of the matrix I am writing it as 2, 3. See, as per the size entered, the matrix is not a square matrix, and checking for diagonal matrix cannot be done. Okay, then again one more 3 by 3 matrix itself. Enter the elements 1, 0, 0, 0, 2, 3, 0, 0, 3. So the entire matrix is not a diagonal matrix. The entire matrix is 1, 0, 0, 0, 2, 3, 0, 0, 3. So row 1, column 2. Always remember, in C programming, row and column numbering starts from 0. 1 in alla. 1 നിങ്ങളുടെ conventional mathematics ആണ്. 0 ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So in this case, element number 1, 2 is actually non-zero, which is a non-diagonal element. Hence, it will display the entire matrix is not a diagonal matrix. So ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചതും.
So that comes to the conclusion. ഇന്ന് നമ്മൾ എന്തൊക്കെ നോക്കി എന്നുള്ളത് ജസ്റ്റ് ഒരു റീക്യാപ്പ് കൂടെ എടുത്തതിന് ശേഷം ക്ലോസ് ഇറ്റ് ഓഫ്. ഈ എന്താണ് ടു ഡയമെൻഷണൽ അറേസ് എന്താണ്, ഡിക്ലറേഷൻ എങ്ങനെയാണ്, ഇനിഷ്യലൈസേഷൻ എങ്ങനെ ചെയ്യാം, കോഡിൽ ഇനിഷ്യലൈസേഷൻ എങ്ങനെ ചെയ്യാം, റൺ ടൈം ഇനിഷ്യലൈസേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു, മെമ്മറി ലേഔട്ട് എങ്ങനെയാണെന്ന് നോക്കി, ബേസിക് ആയിട്ടുള്ള മെട്രിക്സ് ഓപ്പറേഷൻസ് അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇത്രയും നമ്മൾ. ട്രാൻസ്പോസിഷൻ ആൻഡ് ഡിറ്റർമിനന്റ് യു ക്യാൻ search for on your own and search and get the code or get the code from the text, analyze the code and try to understand it by your own. എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ you guys directly contact me, I will get it clarified. Division I think you can leave because it's a little bit complicated. I don't think it will be asked for your end semester examination. So thank you guys for watching. That's all for today. Bye bye.